ഏട്ടാ, സേതുവേട്ടാ, എണീക്കേട്ടാ. നേരെ എത്രയെന്ന് വല്ല പിടിയുണ്ടോ? ഏട്ടനും മുത്തശ്ശി അന്വേഷിക്കണ്ട്. വഴക്ക് വേണ്ടച്ച എണീറ്റോളൂ. ഇതാ ഏട്ടാ കണ്ണാടി. ഓ, കണ്ണാടി അല്ലടി പോത്തെ, കണ്ണട. സോറി കണ്ണടക്കാരാ. ജഡ്ജിക്കെതിരെ ലൈംഗികാരോപണമുണ്ട്. നിയമങ്ങൾ ശക്തമാണെങ്കിലും അവയുടെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഇരകളെ വീണ്ടും വീണ്ടും മാനബന്ധത്തിനിടയാക്കുന്നതിന് ഒരു ശിക്ഷയും കിട്ടില്ല. ഇവിടെ എന്തും ചെയ്യാം. കാണാൻ മേലെ ഓരോരുത്തന്മാര് കൊലപാതകത്തിന് ശിക്ഷയും വാങ്ങി കോടതിയിൽ നിന്ന് വരുന്നത് കൈയൊക്കെ വീശി സിനിമ സ്റ്റൈലില്ല. എന്നാ ശിക്ഷ? കൂടിയാൽ ഒരു ജീവപര്യന്തം എന്ന് വെച്ചാൽ ഒരു വിശ്രമ ജീവിതം. ഇപ്പോഴാണ് ഇൻ്റർനെറ്റും ബ്യൂട്ടി പാർലർ സൗകര്യവും. അത് കറക്റ്റാ. പിന്നെ നാട്ടിൽ എന്ത് നടന്നാലും കോള് പത്രക്കാർക്കും ചാനലുകാർക്കും. അവരുടെ കാര്യം പറയാതിരിക്കണ നല്ലത്. അവരെഴുതുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല. കുമളിയിൽ കാർന്നോമാര് പീഡിപ്പിച്ച പയ്യൻ ചത്തുപോയിന്ന് ഇവരെഴുതിയില്ലേ? എന്നടാ പോലീസും പട്ടാളമൊക്കെ അടയ്ക്കാനെ പൊക്കാൻ വന്നതാ. എന്നാ കാര്യം? അച്ഛൻ മകളെ പീഡിപ്പിച്ചു. ഞാനിപ്പോ വരാം. കാലം പോയ പോക്കേ. അച്ഛനും ഇല്ല, ആങ്ങളേ ഇല്ല. ഈശ്വര, ഈ റോഡൊക്കെ ഇനി എന്തെങ്കിലും നന്നാവോ ചേട്ടാ? ഒറ്റ ദിവസം പോരെ സേതു. ഏതെങ്കിലും ഒരു മന്ത്രി വന്നാ അപ്പ ശരിയാക്കില്ലേ? PWD ആരാ മോൻ? സംഗതി ശരിയാ ചേട്ടാ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇനി ഏത് മന്ത്രി വരാനാ? ഒരു പീഡനമോ ഒരു പിടിച്ചുപറിയോ നടന്നാൽ പിറ്റേ ദിവസം മന്ത്രിയല്ലേ. അതിനുള്ള യോഗവും ഈ നാടിനില്ല. അതെ, കഷ്ടം. എന്തു പോകണ ഇത്? നമുക്കൊരു സിനിമ പിടിച്ചാലോ? യൂട്യൂബിലിട്ട് കാശ് വരാം. പോടാപ്പ, എനിക്ക് തുട്ട് വേണം, തുട്ട്. അതിനാണോ പാട്? ഒരു DTP പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. ഇന്റർവ്യൂ, സ്ക്രീൻ ടെസ്റ്റ് 5000, 10000, 1000 വെച്ച് മേടിക്കുന്നു, അഭിനയിപ്പിക്കുന്നു. സംഗതി എല്ലാം വെറുതെ പ്രാക്ക് മേടിക്കണ്ട. 1000 അല്ല 1,00,000 വേണേലും കിട്ടും. പക്ഷേ ഒരു കലാകാരന്റെ പ്രാക്കുണ്ടാവും. നീ ഒന്ന് പോടപ്പ. പ്രാക്ക് വല്ല തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയാ സുഖമായിട്ട് ജീവിക്കാം. അല്ലേ മാസം കിട്ടുന്ന അക്കാപ്പിച്ചുകൊണ്ട് എഴയാം. ശരിയാ, പണമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ആ അളിയ, നിന്റെ ലെവലങ്ങ് ദുബായിലല്ലേടി? വരുമ്പോ ഒരു 5 കിലോ സ്വർണം പൊടിയാക്കിയോ ഗ്രീസാക്കിയോ എങ്ങനെയും കൊണ്ടുവരാൻ പറയടേ. പോടാ പന്നി, നിന്റെ ആന്റി അങ്ങളൊക്കെ പുറത്തുണ്ടല്ലോ, നീ അവരോട് പറ ഒരു 10 ഇങ്ങോട്ട് ഇറക്കാൻ. എന്റെ അമ്മോ, എന്നാ പിന്നെ മനുഷ്യക്കടത്തായാലോ? വെറുതെ മനുഷ്യനെ കടത്തിട്ട് കാര്യമില്ല. നല്ല എമണ്ണം പെണ്ണുങ്ങൾ വേണം. പറയണ പൈസയാ. അപ്പൊ അഴിയെണ്ണാനുള്ള പണി മാത്രമേ നോക്കൂ അല്ലേ? എന്തോന്ന് അഴിയാ ചെയ്തു? കൂടിയാ 2 വർഷം. അത് കഴിഞ്ഞാ സുഖമല്ലേ? എന്നാ വേറൊരു പണിയുണ്ട്, ATM പൊളിക്കൽ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അളിയ, എന്നാ ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? അപ്പോ മക്കൾ ആലോചിക്കേ, നമ്മൾ സ്കൂട്ടാ. വിട്ടോ വിട്ടോ.
സാറേ വെള്ളം താ സാറേ, വിശന്നിട്ടാ സാറേ. ഇതാ സാറേ സാറേ വെള്ളം താ സാറേ, വിശന്നിട്ടാ സാറേ. സാറേ സാറേ വെള്ളം താ സാറേ. കേസ് കൊടുക്കും, കേസ് കൊടുക്കും, ഞാൻ കേസ് കൊടുക്കും. രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ എൻ്റെ കൊച്ചുമോള് പറയാ അവളിനി പള്ളിക്കുത്തി പോണില്ല. ഏതോ സീരിയലില് പഠിച്ചിട്ട് വന്ന ഒരു പെങ്കൊച്ചിനെ ഭർത്താവും അമ്മയമ്മനെ അടിച്ച് പുറത്താക്കി. അതുകൊണ്ട് പള്ളിക്കുടത്തി പോയാൽ കല്യാണം കഴിക്കാൻ പറ്റൂല. അതാണ് കൊച്ചുമോള് പറയുന്നത്. കേസ് കൊടുക്കും, കേസ് കൊടുക്കണം. നമുക്ക് ഈ സീരിയല് മുഴുവൻ നിർത്തിക്കണം. കേസ് കൊടുക്കണം, കേസ് കൊടുക്കണം. ഈ സീരിയല് കംപ്ലീറ്റ് നിർത്തിക്കണം. നമ്മുടെ മോഹൻലാല് സിനിമയില് വീടി വെച്ച കേസ. വീട്ടിലിരിക്കണ ഈ കൊണ്ടാട്ടത്തില് എന്ത് വൃത്തിയേട് കാണിക്കാം. കേസ് കൊടുക്കും, എല്ലാം നിർത്തിക്കും. അല്ല അല്ല കാശുണ്ട്, കേസില്ലല്ലോ. കാശില്ലാത്ത വീടി മേടിച്ചാലും കള്ളു പിടിച്ചാലും കേസ്. കാശുള്ളവന് കേസുമില്ല, ഒരു കുസുമില്ല. അതാ നമ്മുടെ നാട്. നമ്മളെ എവിടേക്കാ ചെയ്തോട്ടാ? ആ ഹലോ ഹലോ, ആ ഞാൻ ദേ വരണടാ, വന്നോണ്ടിരിക്കണോ? അതാ എത്തി. എന്തേട്ടാ, എന്താ പറ്റിയത്? നീ ബഹളമൊന്നും ഉണ്ടാക്കി മുത്തശ്ശി അറിയിക്കല്ലേ. വരുന്ന വഴിക്കൊരു ചെറിയ ആക്സിഡന്റ്. ഏട്ടനൊന്നും പറ്റിയിട്ടില്ല. ആ ഏട്ടാ, ഏട്ടന്റെ പുതിയ കണ്ണട ഇട്ടിട്ടുണ്ട്. കൊള്ളാം മോളെ, ഏട്ടന് നന്നായി കാണാം. പക്ഷേ ഈ സമൂഹത്തിലെ കാഴ്ചകൾ കാണാൻ ഏട്ടനിത് വേണ്ട. കണ്ണുകളുടെ അസുഖം കാതുകളെ കൂടി ബാധിക്കണമെന്നാണ് ഇപ്പോഴെൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഏട്ടൻ ഇത് മതി, സേതുവിൻ്റെ കണ്ണട.